ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ വെച്ചാൽ ഉച്ചയോളം പണിക്കുക, ഉച്ച കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുക അല്ലേ. നമ്മളെ നാട്ടിൽ പിന്നെ അങ്ങനത്തെ സ്ഥലങ്ങളിലുണ്ട്. അടിപൊളി നിലമ്പൂരിൻ്റെ കാനന ഭംഗിയാണിത്. നിലമ്പൂരിൻ്റെ അഹങ്കാരം, സ്വകാര്യ അഹങ്കാരം. ഉച്ചയോളം പണിക്കുക, ഉച്ച കഴിഞ്ഞാൽ വെള്ളത്തിൽ വന്ന് കിടക്കുക. വൈകുന്നേരം പിന്നെ കറണ്ടും ഇല്ല, അങ്ങനെയുണ്ട്. ബൻ്റെ ഗവൺമെൻറ്റാണ് പറഞ്ഞത് കട്ടുണ്ടാവില്ല, തേങ്ങയാണ്. മണിക്കൂർ 15 മിനിറ്റ് കട്ടാണ്. ഇന്നലെ ഞാൻ കറണ്ട് ഓഫീസ് കുളിച്ച പോലെ പറഞ്ഞത്. ഓവർ വോൾട്ടേജ് വന്നിട്ട് ഓഫാക്കിയിട്ടാണ്. അത് 12 മണിക്കേ വരുള്ളൂ. ഓവർ വന്നിട്ട് കട്ടാക്കിയാണ്. 12 മണിയാകുമ്പോൾ കടന്നുറങ്ങണേ, വോൾട്ടേജും ഇല്ല. വെള്ളമാണ്, കറണ്ട് ഉണ്ടാക്കാൻ വെള്ളമാണ് ഇതാക്കണം. വെള്ളം അവിടെ ഇഷ്ടം പോലെ, ഇത് കൊണ്ടേക്കോളി. വൈകുന്നേരം കറണ്ട് ഇല്ലേ? നിങ്ങൾക്ക് ഡാമിൽ വെള്ളം ഇതാക്കണം. വെള്ളമാണ് ഈ കറണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഉണ്ടായിക്കൊണ്ടേ. വൈകുന്നേരം ഒരു മനസ്സിന് പണിഞ്ഞാണ്ട് ഉച്ചകോള വെയിലത്ത് പടുക്കാണ്. കഴിഞ്ഞിട്ട് വന്ന് കടന്നുറങ്ങണ ഭാഗത്ത് 12 മണിയാവും കറണ്ട് വോൾട്ടേജ് വരണമെങ്കിൽ. നമ്മളമാതിരി എ സിയും കാര്യമൊന്നും നമുക്കില്ല, മറ്റേതും ഇല്ല, സ്റ്റെപ്പപ്പും ഇല്ല. അതുണ്ടെങ്കിലാണ് സ്റ്റെബിലൈസറോ ഇൻവെർട്ടറും ഇല്ല. അത് മുതലാളിമാരത്തുള്ളൂ ഇൻവെർട്ടർ. അങ്ങനെ 12 മണിയപ്പോൾ വോൾട്ടേജൊക്കെ വന്നിട്ട് മര്യാദക്ക് ഫാനിട്ട് കടന്നുറങ്ങില്ലേ. ഇവിടെയും തന്നെയാണ് സംഗതി. ഉച്ചവെള്ളം പണിക്കുക, ഉച്ച കഴിഞ്ഞാൽ വെള്ളത്തിൽ വരിക. തണുത്ത വെള്ളത്തിൽ എവിടെ വെള്ളമല്ല വെച്ചാൽ അവിടെ ഒന്ന് കിടക്കാം. നിലമ്പൂരിൻ്റെ സ്വകാര്യ അഹങ്കാരം ഉണ്ട് അതൊക്കെ കേട്ടോ. ഇതൊന്നും ടൗണിൽ പോയി ജീവിച്ചാൽ കിട്ടൂല. അതിന് നിലമ്പൂരിൽ തന്നെ വേണം. അങ്ങനെയാണ് ഇപ്പം ഞങ്ങളെ ജീവിതങ്ങൾ. കറണ്ടില്ല, നമുക്ക് കറണ്ട് ഉണ്ടാക്കാൻ വെള്ളം വേണമെങ്കിൽ തപ്പടെ ഇത് കൊണ്ടുപോയിക്കോളി. ഇതിന് നമുക്ക് വെള്ളത്തെ അണക്കെട്ടിൽ വെള്ളമെല്ലാം ഉത്തിരിക്കണ്ട. വൈകുന്നേരം ആയാലും വോൾട്ടേജ് വേണം. അതിനൊക്കെ കറണ്ട് ഓഫീസ് കുളിച്ച പോലെ തരണേ. വോൾട്ടേജ് ഇതാണ് പ്രശ്നം. അരമണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ. നേക്കര് 12 മണിക്കൂർ എണിക്കും വേറെ കട്ടുണ്ട്. അപ്പം പിന്നെ ആരും അറിയില്ലല്ലോ. 1 3 മണിക്കൊക്കെ കട്ടാക്കിയാലേ 3 മണിക്കുണ്ടേ. നമ്മളീ 12 കണ്ടു ഉത്തിരിക്കണോണ്ട് നമുക്കത് അറിയും. രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഓഫാക്കുന്നുണ്ട്. പിന്നെ ആരും അറിയില്ലല്ലോ. ആയിക്കോട്ടെ എന്നാ, ഓക്കെ എന്നാ. പിന്നെ അതേപോലെ നമ്മളെ പേജ് ഫോളോ ചെയ്തോണ്ടിട്ടോ. അഥവാ രക്ഷപ്പെടാണെങ്കിലും അല്ലേ. ആരും ഫോളോ ചെയ്യൂല, ലൈക്ക് കൂട്ടി അടിക്കൂല. 30,000 50,000 ആൾക്കാർ കാണും, പക്ഷെ ആരും ഇത് ചെയ്യൂല.